കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കൊല്ലത്തെ കൊല്ലൂർ വിള സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ പണം ലഭിക്കാതെ നിക്ഷേപകർ പ്രതിസന്ധിയിൽ. ചികിത്സാ ചെലവുകൾക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനും നിക്ഷേപകർക്ക് ബാങ്ക് പണം തിരിച്ചു നൽകുന്നില്ല. പണം പിൻവലിക്കാൻ ബാങ്കിലെത്തുന്ന നിക്ഷേപകരെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് പണം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇരവിപുരം സ്വദേശി സിന്ധു. ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്ന് നിക്ഷേപകർ മീഡിയ വണ്ണിനോട്. ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നൊരു ബാങ്ക് ഇത്രയും നാളായിട്ട് ഫംഗ്ഷൻ ചെയ്തിട്ടും ഇത് കൊടുക്കാൻ ഇപ്പോൾ സോഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം കാണണം. ആ കാരണം അവർക്ക് പറയാനില്ല. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശൊന്നും കിട്ടില്ല. ഇനി ചെയ്യാവുന്നൊരു മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനൊരു മാനദണ്ഡം ഉണ്ടാവും ഈ കാശ് കിട്ടുന്നതിന്. ബാങ്കിൻ്റെ ഭാഗത്ത് അവർ ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും ഓരോരോ ഡേറ്റ് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അവർ വീണ്ടും നമ്മൾ ആ ഡേറ്റിൽ ചെല്ലുമ്പം വീണ്ടും അതേ നടപടികളേ ഉള്ളൂ, അല്ലാതെ പൈസ തിരിച്ചു തരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഞങ്ങൾ ഇനി അതിൻ്റെ നിയമപരമായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ ഓണത്തിന് പോലും ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും പറയുന്നത് പിന്നെ ഫണ്ടൊന്നും വന്നില്ല. ഈ ഫണ്ട് വരാണ്ട് എന്നിട്ട് ഞാൻ ഇവർ പല വസ്തുക്കളും ഞാൻ പോയി കണ്ടിട്ട് ഒരു വസ്തു പോലും നമുക്ക് എടുക്കാൻ പറ്റുന്ന വസ്തുക്കളല്ല. അതായത് ഒരു 30 ലക്ഷം രൂപ വില ഉണ്ടെങ്കിൽ അവർ 50 ലക്ഷം രൂപ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ആ വസ്തു എടുക്കുന്നത്? 2 വർഷത്തോളമായി ഇപ്പോൾ ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ മോളുടെ പഠനാവശ്യത്തിന് വേണ്ടി ഇട്ടിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും എനിക്ക് പൈസ കിട്ടില്ല. ജൂലൈ മാസത്തിലായിരുന്നു എനിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് ഇപ്പം ക്യാൻസലായി പോകേണ്ട അവസ്ഥയായി. മോളുടെ ഇപ്പോൾ പൈസ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുക. ഇപ്പം എല്ലാ ആഴ്ചയും ഞാൻ പോകാറുണ്ട്, പക്ഷേ എനിക്ക് പൈസ കിട്ടാറില്ല അവരുടെ. ഇപ്പം അടുത്ത മാസം വേണമെന്ന് പറയുന്നതല്ലാതെ അവർ തരുന്നതുമില്ല, ഒന്നും ചെയ്യാറില്ല ഇപ്പം. അപ്പോൾ തത്സമയ വിവരങ്ങൾ തേടാം. അനൽക സേതു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അനൽക, നമുക്കറിയാം കേരളം വിവിധ സഹകരണ ബാങ്കുകളുടെ ക്രമക്കേടുകളും തട്ടിപ്പുകളും നിക്ഷേപകരുടെ കണ്ണീരും ഒക്കെ ഇക്കാലയളവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാവുകയാണോ കൊല്ലൂർ വിളയിലെ ബാങ്കും? നിക്ഷേപകരൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? ഒപ്പം തന്നെ ഇനി അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? എന്താണ് നിക്ഷേപകരുടെ പ്രധാനപ്പെട്ട ആവശ്യം? മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് ആരെങ്കിലും കടക്കുന്നുണ്ടോ? ജിൽസി, അതായത് 2020-21 സാമ്പത്തിക വർഷത്തിലാണ് സഹകരണ വകുപ്പിന്റെ രജിസ്റ്റർ നടത്തിയ ഓഡിറ്റിംഗിൽ, അതായത് ഈ കൊല്ലത്തെ കൊല്ലൂരുള്ള സഹകരണ ബാങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഇരവിപുരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 13 പേർക്കെതിരെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിരവധി പേരാണ് ഈ കൊല്ലൂരുള്ള സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് അതിൽ വിരമിച്ച സൈനികർ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ ഈ കൊല്ലൂരുള്ള സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി ഇവർക്ക് ഇതിന്റെ പലിശ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതായത് ചികിത്സാ ആവശ്യങ്ങൾക്കും മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഒക്കെ തന്നെ പണം സമീപിച്ച് ചെല്ലുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ മടക്കി അയക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കൊല്ലൂരുള്ള സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയുള്ള അൻസാർ അസീസാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അൻസാർ അസീസ് നിലവിൽ ഇപ്പോഴും ഈ നിയമ നടപടികൾ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിക്ഷേപർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കരുവന്നൂർ മാതൃകയിലൊക്കെ തന്നെ ഈ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് നിക്ഷേപകരുടെ പണം തിരിച്ചു ലഭിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതായത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം എന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. അതല്ലെങ്കിൽ ഇങ്ങനെ നടപടിയില്ലെങ്കിൽ ഈ നിക്ഷേപകർ മറ്റ് നിയമ നടപടികളിലേക്കും അതോടൊപ്പം തന്നെ ഉപരോധ നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് നമ്മളോട് ഇന്നലെ സംസാരിച്ചിട്ടുള്ള ഈ നിക്ഷേപകരൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരവിപുരം സ്വദേശിയായിട്ടുള്ള സിന്ധുവിന്റെ, അതായത് സിന്ധു 18 ലക്ഷം രൂപയാണ് സിന്ധുവിന് കൊല്ലൂരുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2 മക്കളെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ സമീപിച്ച സമയത്ത് പോലും ഈ ബാങ്കിൽ നിന്ന് പണം കിട്ടാത്തൊരവസ്ഥ വരുന്നു. അത് ആദ്യ മകളെ പഠനാവശ്യത്തിനായി ജർമ്മനിയിലേക്ക് അയക്കാൻ പണം ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ പണം നൽകാത്തത് കൊണ്ട് ഇപ്പോൾ ഇവരുടെ ഈ ആദ്യത്തെ മകളുടെ വിദേശയാത്ര അടക്കം മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണുള്ളത്. 2ാമത്തെ മകളെ നഴ്സിംഗിന് പഠിപ്പിക്കാൻ പണം ആവശ്യപ്പെട്ട സമയത്ത് പോലും ബാങ്കിൽ നിന്ന് പണം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പണം ലഭിക്കാത്തത് കൊണ്ട് മകളെ നാട്ടിലുള്ള ആർട്സ് കോളേജിൽ ബികോമിന് ചേർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നും ഈ ഇരവിപുരം സ്വദേശിയായിട്ടുള്ള സിന്ധു പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ, അതായത് ഈട് വെക്കാത്ത, അതായത് നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ക്രമവിരുദ്ധമായി
ഇത്തരത്തിൽ വായ്പ അനുവദിച്ചിട്ടുണ്ട്. ഈ ലോൺ എടുത്ത ആൾക്കാരൊന്നും തന്നെ പണം തിരിച്ചടക്കുന്നില്ല. അതായത് പല ആൾക്കാർക്കും ഒരു ഇടിന്മേൽ തന്നെ പല ലോണുകൾ നൽകിയിട്ടുണ്ടെന്നും ഈ നിക്ഷേപകരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിനകത്ത് നിലവിൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നിക്ഷേപകരുടെ പണം മടക്കി കൊടുക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലെങ്കിൽ ഉപരോധ നടപടികളിലേക്ക് നീങ്ങും. ഇവർ ഏകദേശം 200-ലധികം പ്രതിഷേധങ്ങളിലേക്കൊക്കെ നീങ്ങാൻ വേണ്ടി നിക്ഷേപകർ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അനിൽക്ക് നൽകുന്നത്. നിക്ഷേപകർ അവരുടെ പല ആവശ്യങ്ങൾക്കായി കരുതി വെച്ച പണം ഒരു ആവശ്യത്തിന് ഓടിച്ചെല്ലുമ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്?